ഹലോ ഗെയിമേഴ്സ്, ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഇൻഫോ എന്ന് പറഞ്ഞാൽ RPയിൽ നമുക്ക് TVA വേഴ്സസ് MRC ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നമ്മളെ ആ ഒരു MRCയിലെ മെമ്പറായിട്ടുള്ള CK മാരിയുടെ ഇഷ്യൂവിനെ കുറിച്ച് നമ്മളെ ഈഗിൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്ക് എന്താ പറയാ, എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് ബോംബ് പൊട്ടിക്കുക, അണ്ടി പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇത് ഞാൻ പറയാം, എന്തോ ബോംബ് എടുത്ത് വെച്ചിട്ടുണ്ടെന്നോ അണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ കയ്യിലുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, പുള്ളി അത് ഓൾറെഡി കൺഫസ് ചെയ്തായിരുന്നു ലൈവിൽ ഏട്ടാ. അതായത് ഞാൻ വിഷമിച്ചിരുന്നപ്പം ഞാൻ പറഞ്ഞ് ഇവന്മാരുടെ ഒന്നും ഇത്രയും നാളായിട്ട് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിട്ട് ഇവന്മാരുടെ ഒന്നും ഡീറ്റെയിൽസ് ഇല്ലേ എന്നിങ്ങനെ ചോദിച്ചെന്ന് പുള്ളി അങ്ങ് ഓൾറെഡി ലൈവിൽ കൺഫസ് ചെയ്തു. മനസ്സിലായ? ഞാൻ അതാണ് അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CK മാര് വന്നപ്പോ സമയത്ത് എടാ എങ്ങനെയാടാ, അല്ലേ നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ, തന്തലാടി ചെയ്തിട്ട് എന്റെ മുന്നിൽ വെച്ച് ഏതെങ്കിലും എന്റെ ഒരു മെമ്പറിനെ ഏതെങ്കിലും ഒരുത്തം തള്ളക്കി വിളിച്ചിരുന്നേ അവനെ ഞാൻ പാടി ഉറക്കിയേനെ. ഈ CK മാരിയെ ഞാൻ ഒരു അരമണിക്കൂർ അവന്റെ തന്തയ്ക്കും അവന്റെ തന്തയുടെ 10 തലമുറയ്ക്കുള്ള തന്തയ്ക്കും വിളിച്ചിട്ട് കോലീഡറും അവരോട് വായി നോക്കി ഇങ്ങനെ നക്കി നിന്നായിരുന്നു, പേടിച്ചിട്ട്. വായും പൊത്തി, ഒരു അക്ഷരം പോലും മിണ്ടാതെ പൊത്തി നിന്നായിരുന്നു കേട്ടാ. കാരണം എന്തേലും പറഞ്ഞ് CK മാര് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവൻ എന്തെങ്കിലും അവരാഴ്ച കഴിഞ്ഞാൽ തിരിച്ച് അവനിരുന്ന് അവരാധിച്ച് കളയുന്നുള്ള പേടി ഉണ്ടായിരുന്നു. മനസ്സിലായ? അപ്പൊ ഈ CK മാര് ഇതും കേട്ടോണ്ട് ഇങ്ങനെ എന്റെ അടുത്ത് കുറെ വട്ടം ചോദിച്ചു കേട്ടോ, ബ്രോ ഇത് റിവീൽ ചെയ്യണോ, ബ്രോ ഇത് റിവീൽ ചെയ്യണം. ഞാൻ പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് ഇതാക്കി വിട്ടിരുന്ന. നമ്മൾ ആ ഫുൾ POV കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ അതാണ്. അതിന് റിപ്ലൈ ആയിട്ട് ഞാനൊരു കാര്യം നിന്റെ അടുത്തൊക്കെ പറയാം. ഇനി എന്റെ OC ആയിക്കോട്ടെ, എന്റെ അണ്ടി ആയിക്കോട്ടെ, നീയൊക്കെ എന്ത് കുണ്ണത്തരം കൊണ്ടുവന്നാലും, നീ കൊണ്ടുവന്നാലും നിന്റെയൊക്കെ കൊമ്പത്തുള്ള ഏതവൻ കൊണ്ടുവന്നാലും എനിക്കൊരു പേടിയില്ല. ഈ ഭീഷണിയൊക്കെ ഏതെങ്കിലും കൊച്ചു പിള്ളേരെടുത്ത് പോയി മതിയടാ. നീയൊക്കെ ഇനി എന്ത് അണ്ടി കൊണ്ടുവന്നാലും എനിക്കൊരു പേടിയില്ല. നിനക്ക് കാണിക്കാൻ പറ്റുന്നതൊക്കെ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീയൊക്കെ കാണിക്കും. ഇതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതിന്റെ അപ്പുറത്തോട്ട് ഇനി എങ്ങനെയായിരിക്കും TVയിലെ മെമ്പേഴ്സ് ഈ കണ്ടികളെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ പോണത്? ഞാൻ പറയണ എല്ലാവരെയും അല്ല, കണ്ടികളെയൊക്കെ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യാൻ പോണത്? അത്രയ്ക്ക് നിനക്കൊക്കെ അണ്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ നീയൊക്കെ എടുത്തു വെച്ച് കാണിക്കും. ബാക്കി എന്ത് പറയണം എന്നുള്ള കാര്യം എനിക്കറിയാം. കാണിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനും കാണിക്കാം. തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ കാണിക്കണം. മനസ്സിലായ? അതാണ് എനിക്ക് പറയാനുള്ളത്. നിന്റെയൊക്കെ പോലെ മറ്റേ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടിരുന്ന് വെല്ലുവിളിക്കുന്ന കാര്യമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയുക. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീയൊക്കെ എടുത്തു വെച്ച് കാണിച്ചിട്ട് സംസാരിക്കണം. അത് കഴിയുമ്പോൾ എനിക്ക് കാണിക്കാനുള്ളതുകൂടെ ഞാനൊന്ന് കാണിക്കാം. മനസ്സിലായി? അതിൽ കൂടുതൽ എനിക്ക് വേറെ ആരെ ബോധിപ്പിക്കാനല്ല. നിങ്ങളുടെ അടുത്ത് ഞാൻ ഇതാ പറയാ, ഇതിവിടെ വിട്ടേരെ. നിങ്ങൾക്ക് പറയാനുള്ള സിറ്റിയിൽ ഏതെങ്കിലും ഇതിനകത്ത് ഏതെങ്കിലും ഒരുത്തം വന്ന് സിറ്റിയിൽ അവരാഴ്ച സിറ്റിയിൽ കൊടുത്തു വിടണം. വെളിയിൽ നിങ്ങളുടെ ക്ലിപ്പോ ഇതുവല്ല എടുത്ത് വെച്ച് അല്ലടാ, ഞാൻ പറയാ, വെളിയിൽ എന്തെങ്കിലും വെച്ച് അവരാധിച്ചാല് നിങ്ങളുടെ ക്ലിപ്പ് എടുത്ത് വെച്ച് അവരാധിച്ചാൽ അതും പറഞ്ഞു. നിനക്ക് എന്തിനാ ചോദിച്ചത്? ഹെയ്റ്റ് സ്പ്രെഡ് എന്താണെന്ന് നിനക്ക് കാണണോ? നിനക്ക് കാണിച്ചു തരാം ഹെയ്റ്റ് സ്പ്രെഡ് എന്താണെന്ന്. കമ്മ്യൂണിറ്റി നന്നാക്കാൻ വന്നേക്കുന്ന ഗാന്ധിജി പുണ്ട. അപ്പൊ KVA മാത്രം നിനക്കൊക്കെ പറയാം. KVAയിൽ ഒരുത്തന ഒരു ലൈവ് ഇട്ട് എന്തെങ്കിലും ചെയ്താൽ നിനക്ക് അപ്പം മറ്റേ ഫെയിം ഫാമിംഗ് ആവും. നമ്മള് സിറ്റിയിലുള്ള നമ്മുടെ കാര്യങ്ങൾക്ക് അത് വന്ന് തലയിട്ടിട്ട് നീയൊക്കെയാണ് ഏറ്റവും വലിയ അയൽക്കൂട്ടം. മനസ്സിലായ? പറയാതിരിക്കാൻ വയ്യ. അണ്ണാ ശരിയായ മാന്യനാണ് നമ്മളായിട്ടുള്ള എല്ലാം. ബോംബ് അവന്റെ തന്ത മറ്റേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ ആക്കം ബോംബ് അവന്റെ അണ്ടി ഇരിപ്പുണ്ട്. അവൻ അതെടുത്ത് വെച്ച് പൊട്ടിക്കുമെന്ന്. ഇതൊരു ഇമാജിനറി കഥയാണ്. ഞാൻ നോക്കുമ്പോ ഞാൻ ഒരാളോട് ഫോണിൽ സംസാരിക്കുവാണ്. നിങ്ങളിത് സൂക്ഷിക്കേക്കണേ. ഇറ്റ്സ് ആൻ ഇമാജിനറി സ്റ്റോറി. അപ്പൊ ഞാനിങ്ങനെ ഒരാളുടെ അടുത്ത് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചപ്പോ നമ്മളിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു വന്ന സമയത്ത് ഏതോ ഒരു റാൻഡം ഒരു ഗെയിമറിന് ഒരു PC വാങ്ങിച്ചു കൊടുക്കുന്നതിനെ പറ്റി ഇങ്ങനെ നമ്മൾ സംസാരിച്ച കാര്യത്തെ പറ്റി ഒരാൾ എന്നോട് ചോദിക്കുക, അവന് PC മേടിച്ചു കൊടുക്കുന്ന കാര്യം. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, അത് നിങ്ങൾ ആലോചിച്ചിട്ട് അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഡിസിഷൻ, നിങ്ങൾ ആലോചിച്ചിട്ട് എന്തുവാന്ന് വെച്ചാൽ ചെയ്യും എന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ അടുത്ത് പെട്ടെന്ന് ആ ഒരു പെർട്ടിക്കുലർ ആള് മറ്റേ ആളെ പറ്റി എന്നോട് പറയുവാണേ, നമുക്കും ഇത് ഓൾറെഡി ബാഡ് അടിച്ചതാണ്. പലവട്ടം നമ്മളിങ്ങനെ ആലോചിച്ച് നമുക്ക് ഇങ്ങനെ ഇത് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഡിസിഷൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുക എന്നിങ്ങനെ ആളിങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് ഒരു മണിക്കൂറിന് ശേഷം ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ, ആരെ പറ്റിയാണോ കുറ്റം പറഞ്ഞത് അയാളെ VC വിളിച്ചുകൊണ്ടിരുന്നിട്ട് നിനക്ക് പറയടാ. ഇങ്ങനത്തെ കുറെ ഇമാജിനറി സ്റ്റോറീസ് ഉണ്ട്.
എന്ത് നീറ്റായിട്ടാണ് അത് പ്രസന്റ് ചെയ്തതെന്ന് ജോക്കി ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ പറയുവാണേ, എടാ ഞാൻ ഇച്ചിരി ട്രിഗേർഡ് ആയിട്ടിരുന്നപ്പം ഞാൻ ഇവന്മാരോട് അറിയാതെ ചോദിച്ചു പോയി, ഇവന്മാരുടെ ഒന്നും കിട്ടാനില്ലേ, ഇവന്മാരെയൊക്കെ ഒന്ന് പേടിപ്പിക്കാനും ബ്ലാക്ക്മെയിൽ ചെയ്യാനും ഇവനെ ഒന്നും കിട്ടാനില്ല. ഗെയിമിന്റെ അകത്തുള്ള കാര്യങ്ങൾ പുറത്തുള്ളതല്ല കേട്ടോ. ഇത് പുറത്തുള്ള കാര്യം, നിങ്ങൾ ആലോചിച്ച് നോക്കണം, പുറത്തുള്ള കാര്യമാണ് ഇത് കേട്ടോണ്ട് 18-19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരുത്തൻ ക്യാഷും കൊണ്ട് എന്റെ പേഴ്സണൽ ക്യാമറാമാൻ്റെ അടുത്ത് ചെല്ലുക. അതായത് എന്റെ ലൈവിന്റെ എന്റെ പാട്ട് പാടാൻ പോകുന്നിടത്ത് അവൻ എന്റെ കൂടെ വരുന്നവനായതുകൊണ്ട് ഞാൻ ഇനി ഷോ കഴിഞ്ഞിട്ട് മറ്റേ ലോഡ്ജിൽ റൂം എടുക്കുന്നുണ്ടോ, ആരുടെയും പോകുന്നുണ്ടോ എന്ന് അറിയാൻ അവനെ വിളിപ്പിച്ച് ചോദിക്കുക, എടാ എന്തെങ്കിലും അറിയാവോടാ, നിനക്ക് ഇച്ചിരി കാശ് തരാടാ, നിനക്ക് എന്താ കാശ്. ജോക്കി ഇതാണ് സംഭവിച്ചത്, ഇതാണ് സീക്കന്മാരുടെ കേസ്, ഇതാണ്. എന്നിട്ട് ജോക്കി രണ്ടു വട്ടം അവനോട് പെണ്ണ് കേസ് എന്ന് എടുത്തു പറഞ്ഞ്, മനസ്സിലായ, പെണ്ണ് കേസ് എന്ന് എടുത്തു പറഞ്ഞ്. ഇത് എന്നിട്ട് ഇവന്മാര് നേരെ വന്ന് പുള്ളി നേരെ ലൈവിനകത്തിരുന്ന് ഒരു കുറ്റസമ്മതം പോലെ പറഞ്ഞ്. അന്നേരം അതിനിപ്പോ എന്താന്ന് ചോദിക്കുന്ന, ഇന്നലെ ആർപ്പി കണ്ട ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ലായിരിക്കും, പക്ഷെ ഇത്രയും നാള് നമ്മൾ ഒരു കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമിന്റെ പേരിൽ വെളിയിലത്തെ സാധനം എടുത്തു വെച്ച് ഡ്രാഗ് ചെയ്തത് പുള്ളി ഭയങ്കര സിമ്പിൾ ആയിട്ട് പ്രസന്റ് ചെയ്തിട്ട് പോയി. ഞാൻ അങ്ങനെ ഒരു സാധനം ചെയ്തു എന്ന് പറഞ്ഞിട്ട് മാസമായിട്ട് പോയി. അത് കണ്ട് കൈയടിക്കാനും കുറെ ആൾക്കാര്. ഇവന്മാരുടെ അത്രയും ഫ്രസ്ട്രേഷൻ എന്തായാലും നമുക്കില്ല. നീ അറിഞ്ഞില്ല അളിയ, നീ അറിഞ്ഞില്ല. എന്റെ ജി ലൈവിലെ ക്യാമറമാനായിട്ടുള്ള പയ്യന്റെ അടുത്താണ് ഇത്. അത് അത്രയും കഴപ്പ് കാണിച്ചവന് 15 ദിവസം, മനസ്സിലായോ? എന്താ റീസൺ? ഇല്ലില്ല, ഞാൻ പറയട്ടെ, എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിനക്ക് ഇപ്പോഴും രായ ലോജിക്ക് മനസ്സിലായില്ലേ? അവനെ പുറത്താക്കിയ അവ അടുത്ത ദിവസം വന്ന് ലൈവിട്ട് ഇവരെ അപരാധിക്കും. പിന്നല്ലാണ്ട് മനസ്സിലായോ? പുള്ളി ഭയങ്കര കാമാൻ കോയറ്റായിട്ട് പ്രസന്റ് ചെയ്ത് കേട്ടാ, ഭയങ്കര കാമാൻ കോയറ്റായിട്ട് നിനക്ക് ഞാൻ ഒരു ചെറിയൊരു സസ്പെൻഷൻ തരാം, അത് കഴിഞ്ഞ് നീ കേറിക്കോടാ, ഇതൊക്കെ കേറിക്കോടാ എന്നുള്ള രീതിയില്. ഇമാതിരി അവന്മാരൊക്കെയാണ് നമ്മളെ മറ്റേ ഇത് പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഇതാണ് സത്യം പറഞ്ഞ, ഇതാണ് ഞാൻ ഈ POV നമ്മുടെ ഉണ്ടായിരുന്നത്. ഈ POVയുടെ കാര്യം പറയുമ്പോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. ആ ക്ലിപ്പിനകത്ത് പുള്ളി പറയുന്നുണ്ട്, ഈ ഞങ്ങളൊരു വേറൊരു ക്ലിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോഴാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ഈ വേറെ ക്ലിപ്പ് എന്താന്ന് വെച്ചാൽ, ആ ക്ലിപ്പ് എൻ്റെ അല്ലായിരുന്നു, KVA മെമ്പേഴ്സിന്റെ കയ്യിലാണ് ഈ ക്ലിപ്പ് ഉണ്ടായിരുന്നത്, KVA മെമ്പേഴ്സിന്റെ കയ്യിൽ. അതിപ്പോ എൻ്റെ ഉണ്ട്. എനിക്ക് സുമതിയമ്മ ആ ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നായിരുന്നു, എൻ്റെ ഇരിപ്പുണ്ട് അത്. അപ്പോൾ എനിക്ക് ഈ ക്ലിപ്പ് ഒന്നും എടുത്ത് വെച്ച് കാണിക്കേണ്ട, അതൊക്കെ അവരുടെ ഇൻസൈഡ് ഇതിലെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് നമ്മളെ ബാധിക്കുന്ന OC കാര്യമാണ് ഞാൻ എടുത്ത് വെളിവെച്ച് കാണിച്ചത്. പിന്നെ ഞാൻ സംസാരിക്കേണ്ട ആൾക്കാരെ ഞാൻ വിളിച്ച് ഓൾറെഡി അന്ന് സംസാരിച്ചായിരുന്നു. സോറി പറയാനേ പറ്റത്തുള്ളൂ, കുനിഞ്ഞു നിൽക്കാനൊന്നും പറ്റത്തില്ല. ഇവൻ പറഞ്ഞല്ലോ ട്രിഗേർഡ് പോയിന്റിൽ അവൻ ചെയ്തോ അല്ലെങ്കിൽ OCയിൽ പറഞ്ഞു പോയതാണ്, അതുപോലെ ട്രിഗർ പോയിന്റിൽ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി ഞാനൊരു കാര്യം എന്റെ വായിന്ന് വീണെന്ന് പറഞ്ഞ് ഇവന്റെയൊക്കെ മുന്നിൽ പോയി കുനിഞ്ഞു നിൽക്കാൻ അവനെ വേറെ ആരെങ്കിലും വിളിച്ചുകൊണ്ടൊന്ന് നിർത്തിയാൽ മതി. ഒരുത്തരം പേടിയില്ല എനിക്ക്, മനസ്സിലായ? എനിക്ക് ഒരുത്തരം പേടിയില്ല. എനിക്ക് ഇനി ഏതവനാണല്ലോ, ഇനി ദേവൻ തമ്പുരാനെ നീ കൊണ്ടുവന്ന് നിർത്തിയാൽ പോലും എനിക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല. അതൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി. ആൻഡ് ഈ ഒരു CK മാരിയുടെ ഇഷ്യൂവിനെ കുറിച്ച് നമ്മൾ MRCയുടെ കോലീഡറായുള്ള ഷെയ്ഖ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആ സമയത്ത് ഞാൻ എൻ്റെ VCയിൽ ഇരുന്നാണ്ട് പറഞ്ഞു, ഇതേ മാരിക്കത്തെ DCയിൽ ഇരുന്നാണ്ട് പറയുന്ന എന്തെങ്കിലും ക്ലിപ്പ്, അതാണ് ഞാൻ മീൻ ചെയ്തതാ. ഇതേമാതിരി ഒമാരൊന്നും പറയുന്നത്, നമ്മൾ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് 2-3 മാസമല്ലേ ആയിട്ടുള്ളൂടാ, നമ്മളെ ഇങ്ങനത്തെ ക്ലിപ്പൊക്കെ വെച്ചാണ്ട് ഇവന്മാരിങ്ങനെ പേടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവന്മാർ 5-6 കൊല്ലമായിട്ട് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നിട്ട് ഇവന്മാരൊന്നും ക്ലിപ്പ് നിൻ്റെ ഒന്നും കയ്യിലില്ലടാന്ന് ഞാൻ ചോദിച്ചു. ആ സാധനം ഞാൻ ചോദിച്ചു എന്നുള്ളത് ഞാൻ സത്യ. അത് കരുതിയിട്ട് ഞാൻ മാരിക്ക് ഒരു 5 ലക്ഷം റുപ്യ പെട്ടിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇടാ മാരി പോയിട്ട് കൊണ്ടുപോടാ, പോയിട്ട് TVൻ്റെ പോയിട്ട് മറ്റേ തുണ്ട് കേസ് എവിടുന്നേലും കിട്ടുമോ നോക്കിയിട്ട് കൊണ്ടുപോടാന്നൊന്നും പറഞ്ഞ് ഞാൻ ഒരാളെയും പറഞ്ഞയച്ചിട്ടില്ല, മനസ്സിലായോ? എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ VCയിലൊക്കെ ഇരുന്നാണ്ട് എന്തെങ്കിലും അപരാധം പറയുന്ന സാധനം ഇൻ കേസ് അവന്മാരെ നമുക്കെതിരിട്ട് പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവന്മാരെ നമ്മളൊന്ന് ഇതാക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ആ സമയത്ത് തിങ്ക് ചെയ്ത് പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേഷൻ അടിച്ച് നിൽക്കണ ഈ പറഞ്ഞ എല്ലാവരും പറയുന്നുണ്ടല്ലോ ട്രിഗറിങ് മൊമെന്റ് എന്നുള്ളത്. ഈ ട്രിഗറിങ് മൊമെന്റിൽ തന്നെ ഞാൻ ചെയ്തത്. ഇപ്പം ഞാൻ ട്രിഗറാ. ഇതേപോലത്തെ ഒരു ട്രിഗറിങ് മൊമെന്റിൽ തന്നെയാണ് ഞാൻ ഇതേപോലെ ഇവന്മാരെടുത്ത് പൊട്ടിക്കാൻ പറ്റിയ സാധനമൊന്നും ഇല്ലടാ എന്നുള്ളത് ഞാൻ ചോദിച്ചത് ആ സമയത്ത് ഉള്ളത് തന്നെ. അത് കരുതിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, മാരിനോട് ഞാൻ പൈസ കൊടുത്ത് അക്കൗണ്ടിക്ക് ഒരു 5 ലക്ഷം ട്രാൻസ്ഫർ ചെയ്തിട്ട് പോയി വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടൊന്നുമില്ല. എന്നിട്ട് ഇവന്മാർ വിളിപ്പിച്ചു VCയിൽ വിളിപ്പിച്ചപ്പം ഞാനും മാക്കും ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ ഇരുന്ന് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇവന്മാർ റെക്കോർഡാണ്. അത് എനിക്ക് ആദ്യം തോന്നിയിരുന്നു റെക്കോർഡായിരിക്കും. അപ്പോഴേ ഇവന്മാർ എന്നോട് ചോദിച്ച്, അപ്പം മാരി ആദ്യമേ പറയുന്നുണ്ട്, ഷെയ്ഖും മാക്കും പറഞ്ഞിട്ടല്ല ഞാൻ ഈ സാധനം അവനോട് ചോദിച്ചത്. ഈ പറയണ ഈ CK മാരി, ഈ മാരി നമ്മളെ ക്ലാനിൽ നമ്മളെ ഈ ഓർഗിലുള്ള മാരി, ഇവൻ ഈ പറയുന്ന ഇവൻ്റെ ഒപ്പം നിൽക്കണ
ഈ ചെക്കനോട് ചോദിച്ചത്, ആ ചെക്കൻ എന്തോ സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ പോയി അങ്ങോട്ട് ചോദിക്കണത്. മനസ്സിലായോ? അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയണില്ല. അത് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വേറെ വഴിക്ക് പോകും. എനിക്ക് അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പം മാരി ആദ്യമേ വന്നാണ്ട് വി സിയിൽ പറയുന്നുണ്ട്, ഷെയ്ക്കും മാക്കും പറഞ്ഞിട്ടല്ല ഇത് ചോദിക്കണമെന്നുള്ളതോ ആദ്യമേ പറയുന്നുണ്ട്. അപ്പോൾ ഇവന്മാരെല്ലാവരും കൂടി ഇരുന്നുകൊണ്ട് പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ആരാ പറഞ്ഞിട്ടാന്നുള്ളതൊക്കെ അറിയാന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ പറയുന്നത്. 10-30 ആൾക്കാരുണ്ടായിരുന്നു, ടി വിയിലുള്ള 10-30 ആൾക്കാരുണ്ടായിരുന്നു. ഞാനും മാക്കും ഒറ്റയ്ക്ക് അവിടെ പോയത്, ഞങ്ങൾ രണ്ടാൾ മാത്രം അവിടെ പോയത് മാരിനെ ഇതാക്കാൻ വേണ്ടിയാണ്ട്. കാരണം ഞാൻ അത് വേറെ രീതിക്ക് പോകണ്ട. കാരണം ഇത് ഇനി ഇരുന്ന് ലൈവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല രീതിക്കും കൺവേർട്ടാക്കി നമ്മൾ ഓരോ ടി വിയെ ഓസി ഡ്രാഗ് ചെയ്ത് കണ്ട് നശിപ്പിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേരിൽ ഓല അടിച്ചിറക്കണ്ടെന്ന് കരുതിയിട്ട് അതിന് ഇനി മാരിനെ ഇതാക്കണ്ടെന്ന് കരുതിയിട്ട് മാരിനെ സംസാരിക്കാൻ വേണ്ടി പോയ ആൾക്കാരാണ് നമ്മൾ. അപ്പം ഇതേപോലെ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞയച്ചതല്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പം ഞാൻ കമ്മിറ്റ് ചെയ്തു, ഈ സാധനം ഞാൻ കമ്മിറ്റ് ചെയ്തു. എന്തറിയോ, ഞാൻ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. യുവന്മാരെന്നൊരു ഒരു സാധനം എൻ്റെ കയ്യിലൊന്നും ഇല്ലടാ എന്നുള്ളത് ഞാൻ ചോദിച്ചു എന്നുള്ളത് സത്യമാണ്. അല്ലാതെ ഇതേമാതിരിക്കത്തെ ഓസി ഡ്രാഗിങ് സാധനങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല എന്നുള്ളതും ഞാൻ പറഞ്ഞു. പക്ഷേ ഇവർ ലൈവിലിരുന്ന അല്ല ആ വീഡിയോയിൽ തന്നെ ഇവർ ഇരുന്നാണ്ട് മാരിനോട് അപ്പം തന്നെ ഇവർ കൺവേർട്ടിങ്ങാ. മനസ്സിലായോ? അഥവാ മാരിനെങ്ങനെ പറയാണ്, എടാ മാരി ഷെയ്ക്ക് ഇപ്പം തന്നെ സമ്മതിച്ചു, ഇനി നീ അത് അക്സെപ്റ്റ് ചെയ്തേക്ക്, എടാ നീ അങ്ങനെ പറയല്ല. മാരി എപ്പോഴും പറയുന്നുണ്ട് ഷെയ്ക്ക് പറഞ്ഞിട്ടില്ല, മാക്ക് പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാരി പറയുന്നുണ്ട്. എന്നിട്ടും ഇവരിങ്ങനെ എങ്ങനെ പറയന്നെ, ഇതിങ്ങനെ പറയാ. മനസ്സിലായി? എന്നെ വെറുതെ പിരാന്താക്കരുത്. ഞാൻ കുറെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് കൂടിപ്പോവും. അത് ആരാണെന്നുണ്ടെങ്കിലും ഇന്നെ വെറുതെ ട്രിഗർ ആക്കരുത്. ഞാനൊരു പോയിന്റ് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിതൊക്കെ എനിക്കും ഞാൻ പറയുമ്പോൾ അത് വേറെ രീതിക്കൊക്കെ നിങ്ങൾക്കും അത് കൺവേർട്ടൊക്കെ ആയി വരും. വെറുതെ എനിക്ക് അതിന് താല്പര്യമില്ല. മനസ്സിലായോ? എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ RPയിൽ നമുക്ക് MRC വേഴ്സസ് EVX പ്രീവാറും വാറും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രീവാറിൽ EVX MRCയെ അടിച്ചിടുകയും അതിനുശേഷമുള്ള ആ ഒരു മെയിൻ വാറിൻ്റെ അഡ്മിൻ POV നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒറ്റയ്ക്ക് കിടു ഡൗൺ. ഇവസ് ആവിസാണ് കിടുവിനെ ഡൗൺ ആക്കിയിട്ടുള്ള. ആവിസ് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. MRZ ആൻഡ് EVX ഇവിടെ കുത്തിയിട്ടുണ്ട്. 2-3 പേര് MRZ ഡൗൺ. 4ാമത്തെ ആള് ഡൗൺ. ഇവിടെ ഒസ്കാരി ഡൗൺ ആക്കിയിട്ടുണ്ട്. പ്രണവ് സേട്ട് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ റിൻ അക്രമൻ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. പ്രണവ് സേട്ടിന് അടുത്തൊരു പിക്ക് എടുത്തിട്ട് പ്രണവ് സേട്ടിന് 3ാമത്തെ പിക്ക്. പ്രണവ് സേട്ട് ഫിഡിലായിട്ട് 3 പിക്ക് എടുത്തിട്ടുണ്ട്. ഇവിടെ കറന്റ് 3 വിക്കറ്റ് ഉണ്ട്. ഓമനക്കുട്ടൻ ജിംസക്കായി ഓമനക്കുട്ടനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ കറന്റ് നോക്കുകയാണെങ്കിൽ ഓക്കെ ആവിസ് അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ആവിസ് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ EVX മംഗലശ്ശേരി ടൈസൺ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഇവിടെ MRZന്റെ ഭാഗത്താണ് കാഷ്വാലിറ്റി കൂടുതൽ വന്നിട്ടുള്ള. കൈസോക്ക് ഒരു പിക്ക് എടുത്തിരിക്കുന്നു. കൈസോക്ക് ഒരു പിക്ക് എടുത്തിട്ട് ഇക്രമം ഡൗൺ ആയിട്ടുണ്ട്. ഇവിടെ ഇനി നോക്കുകയാണെങ്കിൽ MRZൽ 1 2 3 4 5 6 പേരോളാണ് MRZൽ ബാക്കിയുള്ളത്. EVXൽ ഐ തിങ്ക് 10 പ്ലേയേഴ്സ് എന്തോ ബാലൻസ് ഉണ്ട്. MRZന്റെ ബാക്കിൽ കൂടെ കയറി വന്നിട്ടുണ്ട് EVX. ഓക്കെ EVX അവിടെ സിദ്ധു അവിടെ ഒരു പിക്ക്, ബ്രൂസ് ഒരു പിക്ക്, ജിൻസക്കായി ഒരു പിക്ക്. ജിൻസക്കായി അവിടെ സ്വന്തം ടീമേറ്റിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ MRZൽ ഇനി അവശേഷിക്കുന്ന 3 പ്ലേയേഴ്സ് മാത്രം. 3 ഓക്കെ MRZ കൈസോക്ക് അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. EVX കുറുപ്പിടാനി ലാസ്റ്റ് മാൻ ടീം സൂര്യന്റെ ഹൈറ്റമാണ് ലാസ്റ്റ് പിക്ക് എടുത്തിരിക്കുന്നത്. അങ്ങനെ MRZ ഐ തിങ്ക് ഓൾ ഡൗൺ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞേ എല്ലാവർക്കും ആഗ്രഹമുള്ളത് നടത്തി തന്നാണ്, നടന്നും ചെയ്താണ്. അപ്പം ആ തോൽവി കാണാൻ വന്നവർക്ക് എല്ലാവർക്കും പോവാം. നമ്മളെ ആൾക്കാർ മാത്രം നിൽക്കുക, ജിജി ഇടുക. മനസ്സിലായില്ലേ? നമ്മ കൊറേ പറയാൻ പറ്റില്ല. മനസ്സിലായോ? നമ്മൾ കൊറേ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്പികളാവും. മുണ്ടാൻ പാടില്ല. നമ്മള് മുണ്ടത് പാടില്ല. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞ് RPയിൽ ഫയലിട്ട് കളിക്കുന്നതിനെ കുറിച്ച് ഈഗിള് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫയലിട്ട് നക്കി അതിനകത്ത് ഇരിക്കുന്നവന്മാരൊക്കെ ഉണ്ടല്ലോ, നീ ഈ പിടിച്ചിട്ട് നക്കി ഇരിക്കണ മറ്റേ ഹെൽ ഫയറിൽ നിന്ന് വന്ന വാണങ്ങളുണ്ടല്ലോ അതിനകത്തെ. മനസ്സിലായോ? നിന്റെയൊക്കെ പാസ്റ്റ് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇത്രയും നാൾ എന്തേലും പറഞ്ഞോടാ ഞങ്ങൾ എന്തേലും പറഞ്ഞോ നിന്റെയൊക്കെ? എടാ ഒരു 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 റോൾ പ്ലേ ഗെയിമിനകത്ത് ഒരു വെടി വെക്കാൻ വേണ്ടി ഫയൽ ഇട്ട നീയൊക്കെ അത് പിടിച്ചിട്ട് നീയൊക്കെ ഇനി എത്ര നന്നായി എന്ന് പറഞ്ഞാലും നിന്റെയൊക്കെ ആ പേര് കള്ളൻ എന്നും കള്ളനാടാ. ഫയലിട്ട് കളിച്ചവൻ എന്നും ഫയലിട്ട് കളിച്ചവൻ തന്നെയാ. അല്ലാതെ നീ ഒന്നും ന്യായീകരിക്കില്ല. കാരണം മെഴുകരുത് നമ്മുടെ അടുത്ത്. മനസ്സിലായ? നമ്മുടെ അടുത്ത് മെഴുകരുത്. നമ്മുടെ അടുത്ത് നിനക്കൊക്കെ ടോക്സിസിറ്റി എന്താണെന്ന് ഞാൻ ഇങ്ങോട്ട് കാണിച്ചു തരാം. ടോക്സിസിറ്റി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അമ്മാരുടെയൊക്കെ അപരാധം നീയൊക്കെ അപരാധിക്കണം. നിന്റെയൊക്കെ അപരാധത്തിന്റെ മോളിൽ ഞാൻ അപരാധിച്ച് കാണിച്ചു തരാം. അണ്ണ ഇന്നലെ ഇവരെ ഒന്നും പറയണമെന്ന് പറഞ്ഞിട്ട് വിട്ടണ്ണ. ഇന്നലെ ആരുടെ നമ്മള് പറഞ്ഞടാ ഇനി ഇന്നലെ മാക്ക് വിളിച്ച് എന്നോട് പറഞ്ഞതാ ഇനി ഒന്നും പറയൂല, ഇനി ഒന്നും ഇതാക്കൂലെന്ന്.
ഇനി ഒന്നും പറയൂല, ഇനി ഒന്നും അപരാധിക്കില്ല, ഇനി ഒന്നും ഇതാക്കത്തില്ല എന്ന് പറഞ്ഞ് ഇതാക്കിയതാ. വീണ്ടും വന്നിരുന്ന് മെസ്സ് അടിക്കേണ്ട ആവശ്യമുണ്ടോ? പ്ലെയറായുള്ള ബിലാല് ഫയലിട്ട് RP കളിച്ചു എന്നുള്ളത് നമ്മളെ ഷെയ്ക്കിന്റെ കമന്റ് സെക്ഷനിൽ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഷെയ്ക്കും റാംബോയും റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ബിലാൽ എക്സ്പോസ് എനിക്കറിയില്ല. ബിലാൽ എന്താ ബിലാൽ വല്ലതും ചെയ്താ? ബിലാൽ എന്താ എനിക്കറിയില്ല. ഇറങ്ങിയാ എന്നാ കുഴപ്പമില്ല. തുണ്ടാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല മുത്തേ, തുണ്ടാണെങ്കിൽ കുഴപ്പമില്ല. LW ഒന്നും പുറത്തിറങ്ങാതിരുന്നാൽ മതി. അത് ഇറങ്ങിയാൽ മാത്രമാണ് ഇപ്പൊ സീന്. ഒരു ഫയൽ തരോ, ഫയൽ ഉണ്ടോ? ഫയല് വേണ്ട, വെറ്റപ്പുണ്ടകളെ കയ്യിൽ ഫയലും കാണും. വെറ്റപ്പുണ്ടകളെ കയ്യിൽ ഫയലും കാണും. സൂക്ഷിച്ചും കണ്ടൊക്കെ ചോദിച്ചോ? അവരെ കാണും. നമ്മളേല് സത്യം പറയല്ലേ, നമ്മൾ എടുത്തിച്ച് നടക്കാണ്, മനസ്സിലായില്ലേ? നമ്മള് ഫയലിട്ട ഇന്ന് കളിച്ചു, അതുകൊണ്ടാണ് നമ്മൾ തോറ്റുപോയത്. അതുകൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രൂഫ് മനസ്സിലായ, പ്രൂഫ് അല്ലാതെ തൊള്ളോണ്ട് ഫയൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രൂഫ് അടക്കണം നീയൊക്കെ കൊണ്ടുപോകാ, അപ്പൊ നമുക്ക് ആക്ഷൻസ് എടുക്കാം, മനസ്സിലായോ? അങ്ങനെ ഫയലിട്ട് കളിക്കണ കൊണ്ടാണെന്ന് നമ്മളിൽ കളിക്കണ്ട. വേറെ കാര്യം, ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൂഫ് കൊടുക്കണം നീയൊക്കെ വാ. ഇന്നിട്ട് കളിച്ചിട്ട് ഒരു കളി തോറ്റുപോയി. നാളെ തൊട്ട് ഇനി വാറിനും പ്രീ വാറിനും ഇറങ്ങുമ്പോഴത്തേക്ക് ഫയൽ ഇടൂല. ഓക്കെ, അതൊക്കെ ഇട്ട് കളിക്കണ കുറെ കുണ്ണാൾ ഉണ്ടല്ലോ. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, കുണ്ണ ഫയലിട അതുപോലെ നോക്കാം. അവന്മാരുടെ അടുത്ത് പോയി ചോദിച്ചു നോക്ക് ഫയൽ ഉണ്ടെന്ന്. അവന്മാരെ കാണും, അവന്മാരെ നല്ല ഫയൽ കാണും. ഫയലും HD ക്വാളിറ്റിയിൽ അവന്മാരെ കാണും, ചോദിച്ചു നോക്ക്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ നമ്മൾ സംസാരിച്ചു മുത്തേ, അതെല്ലാം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് ഈഗിളിനെ ഇതിലോട്ട് വലിച്ചിടണ്ട. ഈഗിളിനെ നിങ്ങൾ ആരും ഇതിലോട്ട് വലിച്ചിടണ്ട. ഈഗിളിന്റെ കേസ് ഈഗിൾ ബ്രോ എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഈഗിൾ ബ്രോ എടുത്ത് എന്നെ ബ്രോ പുള്ളി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് പുള്ളി എടുത്ത് തിരിച്ച് എനിക്ക് ഒന്നും പറയേണ്ട കാര്യമില്ല. മനസ്സിലായ? പക്ഷെ ഈ കുണ്ണാൾ അങ്ങനെയല്ല. ഈ കുണ്ണാള് എന്നെയും പറഞ്ഞ് എനിക്ക് വേണ്ടപ്പെട്ട ഞാൻ ഈ RP എന്ന് പറഞ്ഞ് കൊണ്ടുനടക്കുന്ന ഈ സംഭവത്തിൽ ആൾക്കാരെയും പറഞ്ഞ്, പിന്നെ അവ എന്നെ പറഞ്ഞ്, അതാണ് അതിന്റെ മെയിൻ. അവ എന്നെ പറഞ്ഞ്, മനസ്സിലായ? അപ്പൊ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.